ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നികേഷും അതേപോലെ തന്നെ നിധിയും ഇവിടെ നടന്നുകൊണ്ട് വരികയായിരുന്നു. ആ സമയത്താണ് കുറേ ആൾക്കാർ വന്ന് മുന്നിലേക്ക് ചാടുന്നത്. എടാ ഇങ്ങോട്ട് പോകുന്നടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വഴി മാറ്, ഞങ്ങൾക്ക് പോകണം. അങ്ങനെ പോകാൻ വരട്ടേടാ. എടാ ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറ. അല്ല നീയേ എൻ്റെ വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിക്കും അല്ലേ, എൻ്റെ അച്ഛൻ നീ അടിച്ചോടിക്കുമോ അല്ലേ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങളുടെ അച്ഛൻ വന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിച്ചത്. അപ്പോൾ പിന്നെ തോന്നിയ ദിവസം കാണിക്കുമ്പോൾ ഞങ്ങൾ എന്താ കൈയും കിട്ടി നോക്കി നിൽക്കണം? എടാ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ എന്താടാ തെറ്റ്? എൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ പെങ്ങളെ ആ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല, ഇത്രയും ആണുങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞല്ലേ പ്രശ്നം തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവളുടേക്കൊരു മാസം മറുപടി, അപ്പം ഞാൻ താമസിക്കുന്നില്ലേ, ഇത്രയും ആണുങ്ങളുടെ ഇടയിലല്ലേ ഞാൻ താമസിക്കുന്നത്, എൻ്റെ ഭർത്താവായ സുധീഷിൻ്റെ ഒപ്പമല്ല ഞാൻ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഭയങ്കര ഡയലോഗായിരുന്നല്ല. എടാ ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കട്ടേന്നേ, പക്ഷേ എൻ്റെ അനിയത്തിയെ വിടണോ വേണ്ടെന്നൊക്കെ ആലോചിക്കുന്നത് ഞങ്ങളല്ലേ, ഞങ്ങളാണ് ആലോചിക്കേണ്ടത്, അല്ലാതെ ഇവളുടെ ഡയലോഗൊന്നും ഇവിടെ വേണ്ട. അല്ലെങ്കിൽ ഈ നാട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയടാ. എടാ 5 ആണുങ്ങൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഒരു പെണ്ണ്, ഏതെങ്കിലും പെണ്ണുങ്ങൾ കയറി ചെല്ലും എന്ന് ചോദിച്ചുമ്പോൾ നിധിയും നല്ല മറുപടി കൊടുക്കുകയാണ്. അതെ ആരാണ്, ഏത് നാട്ടുകാരാണ് അത് പറഞ്ഞത്? 5 ആണുങ്ങളും താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു പെണ്ണിന് കയറി ചെല്ലാൻ പറ്റില്ലെന്ന്. ഗുണ്ടകൾ താമസിക്കുന്ന വീടാ അത്. ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളത് മൂത്തത് അച്ഛൻ ഗുണ്ട, അതിനുശേഷം ഉള്ളത് മൂത്ത മകൻ ഗുണ്ട എന്നൊക്കെ പറയാണ്. ഇവരൊക്കെ ഗുണ്ടകളാണെന്ന് നിനക്ക് വല്ല തെളിവുണ്ടോ? നീ എപ്പോഴാടാ ഗുണ്ടകളെ കണ്ടത്? എടാ നീയാണിപ്പോൾ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ ആ വീട്ടിലുള്ളവരാരും ആരെയും വഴി തടഞ്ഞു നിർത്തി ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നില്ല. പക്ഷെ നീ കാണിക്കുന്നത് എന്താ? ഒരു ചെറുപ്പക്കാരനെയും പെണ്ണിനെയും വഴിയിൽ തടഞ്ഞു നിർത്തി നീ നിൻ്റെ വായ തോന്നിയാസം മുഴുവനും നീ പറഞ്ഞു കൂട്ടുന്നു. അപ്പം നീ പറയുന്നതൊന്നും തോന്നിയാസം അല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എടീ നീയേ മിണ്ടി പോകരുത്, കാരണം നിൻ്റെയൊക്കെ തനി ഗുണമൊക്കെ എനിക്ക് മനസ്സിലായതാടി. എടി നല്ല കുടുംബത്തിൽ ജനിച്ചവളാണെങ്കിൽ ഇങ്ങനെയൊന്നും കയറി വന്ന് താമസിക്കില്ലടി. നീ നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നീ ആദ്യം ചിന്തിക്കുക, എന്നിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് കേട്ട നികേഷിന് കല്ലി വരിക. നികേഷാണ് നീ എന്താടാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുക. അപ്പോൾ ഇവൾക്കാകെ ആ പേടി തോന്നിയിട്ട് നികേഷെ വിടും നികേഷ് എന്ന് പറഞ്ഞു നിധി പറയുകയാണ്. ഇല്ല എടുത്തി, ഇത് കണ്ടില്ല, പറിച്ചിട്ട് കേട്ടില്ല, അവനെയൊക്കെ ഞാൻ വെറുതെ വിടില്ല. എടാ തല്ലാൻ വാടാ, ധൈര്യം കൊണ്ട് നീ തല്ലാൻ വാ. നീയൊക്കെയാണ് ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗുണ്ടായിസം കാണിക്കുന്ന വീട്ടിലേക്ക് എൻ്റെ പെങ്ങളെ ഞാൻ കടത്തി വിടാനായിട്ട്. മേലാൽ എൻ്റെ പെങ്ങളുടെ പിന്നാലെ നടന്ന് അവൻ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യം ഞാൻ കുറിക്കും എന്ന് പറയുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും അങ്ങനെ അവിടെ കിടന്ന് വഴക്കായി വക്കാണോ. അപ്പോഴേക്കും നിധിയാണെങ്കിൽ നികേഷിനെ വലിച്ചു ഇഴച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം. നികേഷും കൂടെ വന്നിട്ടേ ഒരു പ്രശ്നത്തിൽ പോകാൻ നിൽക്കരുത്. അപ്പോൾ ഇടത്ത് വിട്ടേ കയ്യുന്നു. ഇടത്ത് എന്തിനാ എന്നെ വലിച്ചടിച്ചുകൊണ്ട് വന്നത്? എനിക്കാണെങ്കിൽ അരിശം വന്നിട്ട് രക്ഷയില്ലാതെ ഞാനിത് വീട്ടിൽ പോയി തീർച്ചയായിട്ടും പറയണം. എപ്പോഴേക്കും പറയരുത്, ദയവ് ചെയ്ത് പറയരുത്. അവനെ പോലെ ആകാമോ നീയും? അവനാണെങ്കിൽ വഴി കിടന്ന് ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നികേഷേ നീയും കൂടി എന്തിനാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നോ? ഏട്ടത്തെയും കുടുംബത്തെയല്ലേ അവൻ കുറ്റം പറഞ്ഞത്? അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണമെന്നാണ് ഏട്ടത്തി പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഞാൻ എന്തായാലും സുധീഷ് ഏട്ടനോട് ഈ കാര്യങ്ങൾ പറയും. എങ്കിൽ ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്ക്. സുധീഷും ചേട്ടനും എല്ലാവരും കൂടി വന്ന് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കട്ടെ എന്നേ. അപ്പം നിനക്ക് സമാധാനമാവോ? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിയുന്നിടത്ത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്നെ ആയിരിക്കില്ലേ? അല്ലെങ്കിൽ എൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോഴേ ആ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി ചെന്നു, അപ്പോഴേക്കും ആണുങ്ങൾ മുഴുവനും ഗുണ്ടകളായിട്ട് വഴി കിടന്ന് തല്ലുകൂടുന്നു. എങ്ങനെയല്ലേ പറയുള്ളൂ? അപ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തട്ടെ എന്നാണോ നികേഷ് നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട, ആരോടും ഒരു കാര്യവും പറയാൻ നിൽക്കണ്ട എന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും നികേഷൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുധീഷാണെങ്കിൽ ഈ നിധിയെ തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടെങ്കിൽ നിൽക്കുക. അപ്പം അച്ഛൻ പാട്ട് പാടിക്കൊണ്ട് ഒരു പ്ലേറ്റിൽ ചോറ് കൊടുത്തുകൊണ്ട് വരികയാണ്. കരിമീൻ വറുത്തതുണ്ട്, അങ്ങനെ ഉള്ള പാട്ട്, ആ പഴയ പാട്ട് പാടിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ സുധീഷാണല്ലോ, അയ്യോ ഇതെന്തൊരു പാട്ടാ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും പാടട്ടെ. അപ്പം സുധീഷും പ്രണയഗാനം പാടുക. അങ്ങനെ അച്ഛൻ വന്നിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ വിരലിങ്ങനെ ചപ്പുക. അങ്ങനെ ചപ്പിക്കഴിഞ്ഞപ്പോഴിങ്ങനെ ചവയ്ക്കണ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഈ സുധീഷാണല്ലോ, ഇതെന്ത്? അപ്പോൾ ഈ വേസ്റ്റൊക്കെ തുപ്പി ആ നിലത്തൊക്കെ വെക്കുക. നിങ്ങൾക്ക് വേസ്റ്റ് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചൂടെ? ആ നിലത്ത് എന്തിനാണ് ഇടുന്നത്? ആ നിലത്തൊക്കെ വേസ്റ്റ് ഇട്ടിട്ട് ഇത് ആര് ക്ലീനാക്കാൻ വരുമെന്നാണ് നിങ്ങളുടെ വിചാരം? അയ്യോടാ, ഞാനിട്ട് വേസ്റ്റ് എടുക്കാനായിട്ട് എനിക്കറിയാം. അല്ല നിൻ്റെ പറച്ചിലേക്കാണ് കേൾക്കുമ്പോൾ തോന്നുമല്ലോ നീയാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കണമെന്ന്. അല്ല ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ആര് ക്ലീൻ ആക്കിയാലും എന്താ?
എന്തിനാ വേസ്റ്റൊക്കെ താഴ്ത്തിയിടുന്നത്? എടാ 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 ചെറുക്ക, നീ നിൻ്റെ കാര്യം നോക്കി നിൽക്കടാ. അവൻ ഉപദേശിക്കാനായിട്ട് വരുന്നു. അതെ, നിനക്കേ ജോലി ഇല്ലാത്തത് കൊണ്ടാ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് പറയുന്നത്. ജോലിക്ക് പോകണോടാ, ജോലിക്ക്. അയ്യോ, ഈ പറയുന്ന ആളും ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത്. ഞാൻ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇവിടെ ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ കുത്തിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കാലങ്ങളായല്ലോ ജോലിക്ക് പോയിട്ട്. എടാ എടാ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പിക്കപ്പൊക്കെ ഓടിക്കാനായിട്ട് പോകാറുണ്ട്. പിക്കപ്പ് ഓടിക്കാൻ പോകുകയാണ്. എന്നിട്ട് കിട്ടുന്ന പൈസ മുഴുവൻ ഷാപ്പിലല്ലേ കൊണ്ടേ കൊടുക്കുന്നത്. പിന്നെ നിന്നെ പോലുള്ള കുറേ എണ്ണത്തിന് ഞാൻ ഇനിയും തീറ്റിപ്പോറ്റി വളർത്തണമെന്നാണോ പറയുന്നത്? എടാ മനസ്സില്ലടാ. ഇനി ഞാനായി, എൻ്റെ ജീവിതമായി. ഇത്രയും നാൾ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയില്ലേ, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ സുധീഷ് ചമ്മി നാറിയൊരവസ്ഥയിലായി പോവാ. അപ്പോൾ സുധീഷ് ഇങ്ങനെ പറയണോ, മതി മതി നിർത്തിക്കോ, ഇനി ഇവിടെ ഒരു ഡയലോഗ് വേണ്ട. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധീഷിനൊരു കോൾ വരുന്നത്. ഇതാരാ വിളിക്കുന്നത് എന്ന് ചിന്തിച്ച് സുധീഷ് ആ കോൾ എടുക്കുക. ഞാനേ അഡ്വക്കേറ്റ് ആണെന്ന് പറയാണ്. അഡ്വക്കേറ്റോ? എന്താ? നിങ്ങൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. റെഡിയായോ? ഇനി എന്താണ് അടുത്ത നീക്കം? ഇനി അടുത്ത നീക്കമുള്ളത് മ്യൂച്വൽ ഇതായിട്ട് അടക്കും. അങ്ങനെ ഡിവോഴ്സ് പെട്ടെന്ന് തന്നെ കിട്ടും. അല്ല, ഇത് കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടി വെക്കാമോ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളെ പറഞ്ഞു ഡിവോഴ്സ് വേണം, നിങ്ങളുടെ ഭാര്യക്കാരനിൽ ധൃതി. അതെ, ഭാര്യയ്ക്ക് ധൃതിയുണ്ട്, ഇപ്പോഴും ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ വക്കീലെ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. എനിക്കിപ്പേ എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണ്ട വക്കീലെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാര്യയോടൊന്ന് സംസാരിക്കും, അതിനുശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ സുധീഷ്, അത് പിന്നെ എൻ്റെ ഭാര്യ ഫോൺ വെച്ചോ? പക്ഷേ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ പിരിയാനായിട്ട് തോന്നുന്നുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുധീഷ് നേരെ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്, സുഭാഷിൻ്റെ അടുത്തേക്ക്. അപ്പോൾ സുഭാഷിന്, ഏട്ടാ നീ എന്താണ് ഈ സമയത്ത്, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്, നീ എന്ത് കാണാൻ? അത് പിന്നെ ഏട്ടാ, എനിക്ക് ഒരു മനസ്സമാധാനമില്ല. എന്താ മനസ്സമാധാനക്കേട്? അതെ, ആ വക്കീൽ എന്നെ വിളിച്ചായിരുന്നു. ഏത് വക്കീൽ? ഡിവോഴ്സ് പറഞ്ഞ വക്കീൽ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോടാ, എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സിന് തോന്നുന്നില്ല. എടാ, നിൻ്റെ ആ ഡിവോഴ്സിൻ്റെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുവേ എനിക്കാണെങ്കിൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലടാ, എൻ്റെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട്. അപ്പം നമ്മുടെ സുധീഷ് ബാക്ക്ഗ്രൗണ്ട് ആലോചിക്കുക. കാരണം സുധീഷ് മാത്രമേ അവിടെ ഉറക്കൊഴിഞ്ഞുള്ളൂ, ബാക്കി എല്ലാവരും നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുക. അപ്പോൾ നമ്മുടെ സുധീഷ്, എന്തിനാണ് എൻ്റെ സുഭാഷ് ഏട്ടാ ഇങ്ങനെ നട്ടാ കുരുത്താത്ത കള്ളങ്ങളിങ്ങനെ പറയുന്നത്? എന്താണ് ഞാൻ കള്ളോലേടാ പറഞ്ഞത്? പിന്നെ ഞാൻ കണ്ടതാണല്ലോ സുഭാഷ് ഏട്ടാ നല്ല കൂർക്കം വലിച്ച് കിടന്ന് പറഞ്ഞത്. എടാ അത് പിന്നെ ഞാനേ വീട്ടിലെ ജോലിയും പുറത്തു പോയി ജോലിയൊക്കെ ചെയ്ത് വളരെയേറെ ക്ഷീണിച്ചാണ് വരുന്നത്, അതുകൊണ്ട് ഉറങ്ങിപ്പോയത്. അയ്യോടാ, അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ അതൊക്കെ വിട്, ഇപ്പം എന്താ ചെയ്യണം? അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത് പിന്നെ സുഭാഷ് ഏട്ടൻ ഒന്ന് സംസാരിക്കാവോ? ശരി, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. പക്ഷേ സുഭാഷേട്ടൻ സംസാരിച്ചാൽ ശരിയാവില്ല. കാരണം സുഭാഷേട്ടനോട് സംസാരിക്കാനായിട്ട് നിധിയും വരും. നിധിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ സുഭാഷേട്ടൻ്റെ വിധവും മാറും. അപ്പോൾ സുഭാഷേട്ടൻ ശരിയാവില്ല. സുഭാഷേട്ടൻ അവളോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ ആവുള്ളൂ, ഞാൻ തന്നെ സംസാരിച്ചോളാം, അവളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചോളാം. അല്ല, നീ എന്താ സംസാരിക്കാനായിട്ട്? ഞാൻ പറയും എനിക്ക് ഡിവോഴ്സിനോട് താല്പര്യമില്ല, ഞാൻ നിധിയെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴെന്നൊക്കെ. അവൾക്കറിയില്ലല്ലോ ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്ന്. പക്ഷെ അത് അവളെ ഞാൻ അറിയിച്ചു കൊടുക്കും. അവളുടെ വിചാരം എനിക്കും ഈ ഡിവോഴ്സിനോട് താല്പര്യം ഉണ്ടെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതെല്ലാം മാറ്റി കൊടുക്കണം. എന്നിട്ട് ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ അവളെ മുന്നിൽ പറയാമാണ് സുധീഷേട്ടാ. അപ്പോൾ കൺഫേം ആയിട്ട് പറയാമോ? ശരിയടാ മോനെ, എല്ലാം ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാം നല്ല സക്സസ്ഫുള്ളായിട്ട് വരട്ടേടാ എന്ന് പറഞ്ഞപ്പോഴേക്കും സുധീഷ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എടാ, എൻ്റെ മേത്തൊക്കെ മുഴുവൻ ചെളിയാ, അതൊന്നും കുഴപ്പമില്ല സുഭാഷേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ നിധിയുടെ കൂട്ടുകാരിയും കൂടി ഒരാളോട് അവരുടെ ബോസിനോട് സംസാരിക്കുക. അപ്പോൾ ബോസ് പറയണം, നിധി ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ്, എടോ ഡ്രോപ്പ് ചെയ്യാൻ, എൻ്റെ പെണ്ണാടോ അവള്, നീ എന്തിനാ ഡ്രോപ്പ് ചെയ്യാൻ പോകണമെന്നൊക്കെ മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പോൾ നിധി പറയണേ, വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം. അയ്യോ നിധിയുടെ വീടിൻ്റെ വഴിയാണ് ഞാൻ പോകുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിധിയുടെ വീടിൻ്റെ ഡ്രോപ്പ് ചെയ്തോളാം. അപ്പോൾ കൂട്ടുകാരത്തി ചോദിക്കുകയാണ്, ഓഹോ അപ്പം നിധിയെ മാത്രമേ വിളിക്കുള്ളൂ അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ ഞാൻ പോകുന്ന വഴിയാണ് നിധിയുടെ വീട്, അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും സുഭാഷ്, നിധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സുഭാഷോ? ഇത് സുധീഷ്, ഇതെന്നാ സുധീഷ് ഇവിടെ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സുധീഷ് പറയണം, അതെ ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നിധി ഇതല്ലേ നിധിയുടെ കസിൻ എന്ന് പറഞ്ഞത്, വല്യച്ഛൻ്റെ മോൻ അല്ലേ? വല്യച്ഛൻ്റെ മോനല്ല, നിധി അമ്മായിയമ്മയുടെ മോന് എന്ന് പറയുകയാണ്.
ആ എങ്കിൽ പിന്നെ സുധീഷ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അതെ സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടോ. സിസ്റ്ററോ? എടോ എൻ്റെ ഭാര്യയാടാ ഇത് എന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സിലിങ്ങനെ പറയാണ്. അപ്പോൾ കൂട്ടുകാരത്തെയും പോവോ? കൂട്ടുകാരത്തെയും പോയി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ് എന്താ ഇവിടെ എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണോ? അത് പിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നോ നിധി എന്ന് പറയണം. എന്താണ്, പേഴ്സണൽ കാര്യമാണോ? വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെ? ഇല്ല, വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഉണ്ടാവില്ല, അവരെല്ലാവരും കേൾക്കൂലേ. അതുകൊണ്ട് എനിക്ക് നിധിയോട് പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യമാണ്. എങ്കിൽ വാ പറയാം. അങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ആയല്ലോ, എന്നിട്ട് എന്തൊന്നും പറയാത്തത്? അത് പിന്നെ നിധി, ആദ്യം നിധി കടല കഴിക്കേ. അതെ, കടൽ കണ്ട് നമുക്ക് കടല കഴിക്കാം. അത് കൊള്ളാലോ, നല്ല അതിൽ വരികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് മുമ്പേ ഇതേപോലെ കവിതകളൊക്കെ എഴുതുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നൊന്ന് നിർത്ത്, എൻ്റെ മൂഡ് കളയരുത്. ഇല്ല, ഞാൻ ഈ അതേപോലെ ഒന്നും പറയുന്നില്ല. എങ്കിൽ പിന്നെ പറ കാര്യം എന്താന്ന്. അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ എടുക്കണം. ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കരുത്. എന്നോട് ദേഷ്യപ്പെടരുത്. ആദ്യം സുധീഷ് കാര്യം എന്താന്ന് പറ സുധീഷേ. അത് പിന്നെ നമ്മളുടെ കല്യാണം പെട്ടെന്ന് നടന്ന കല്യാണം, ഒട്ടും തീരുമാനിക്കാതെ ആ സാഹചര്യം മൂലം നമ്മളുടെ കല്യാണം നടന്നു. അതെ, പക്ഷേ ആ കല്യാണം നടന്നപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. എന്തിഷ്ടം? അത് നിധിയോട്. കാരണം നിധിയോട് നിധി നമ്മൾ തമ്മിൽ കണ്ടത് ഓർക്കുന്നുണ്ടോ നിധി? അന്ന് ഈ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കണ്ടത്. അന്ന് 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ സമയത്ത് ആഫ്രിക്കക്കാരനില്ലേ, അവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ നിധി സംസാരിച്ചത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമോ നിധി എപ്പോഴും എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നിരുന്നെങ്കിലോ എന്ന്. ഇതൊക്കെ കേട്ട് നിധി കണ്ണും മിഴിച്ച് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.